മകളെ നോക്കടാ, ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. കിൻഡൽസ് ആണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. സിമ്പിളാണ്. ഓക്കെ എടാ, ആദ്യം തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമുക്ക് ഉള്ളത് നോക്കി. അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യാം, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, എനർജി പ്രൊഡക്ഷന്, അസുഖങ്ങൾ കണ്ടെത്തുക, ദാറ്റ് ഈസ് ഡയഗ്നോസിസ്, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ആദ്യം തന്നെ നമ്മൾ പോകേണ്ട ഒരു ടോപ്പിക്കാണ് ടിഷ്യൂ കൾച്ചർ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഇന്നത്തെ നോക്കിക്കോ. ഞാൻ ഒരു ചെടിയാണ്, എൻ്റെ പോലത്തെ ആയിരക്കണക്കിന് ചെടികൾ ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യുക, എൻ്റെ ശരീരത്തിൻ്റെ ഒരു നഖത്തിൻ്റെ ഒരു കഷ്ണം എടുത്തു, എന്നിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിലിട്ടു, അതിൽ ഗ്ലൂക്കോസും സാധനങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തു. ഓക്സിജൻ, ജിബ്രലിൻ സൈറ്റൊക്കെ നോർമലല്ലേ, ഓക്സിജനൊക്കെ അതൊക്കെ ഇട്ട് ഇളക്കി കൊടുത്താൽ അതിലൊരു ചെടി ഉണ്ടാവും. അതിൻ്റെ പോലെ തന്നെ അങ്ങനെ നമുക്ക് ആയിരക്കണക്കിന് നഖം, ഇപ്പോൾ ഒരു സെല്ലല്ലേ, ചെറിയൊരു സെല്ലെടുത്തു, അങ്ങനെ ടിഷ്യൂ എടുത്തു, ഓക്കെ അല്ലേ, അങ്ങനെ ഇന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. ഞാൻ ഒരു പ്ലാന്റ് ആണ്, മനുഷ്യന്മാർക്കത് പോസിബിൾ അല്ല. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ആ നഖത്തിൻ്റെ ആ ഒരു ചെറിയ ഭാഗമല്ലേ, അതിനെ വിളിക്കും എക്സ്പ്ലാന്റ്. എനി പാർട്ട് ഓഫ് പ്ലാന്റ് കുഡ് ബി റീജനറേറ്റ് ദ ഓൾ പ്ലാന്റ്. ആ ഒരു ഓൾ പ്ലാന്റിന് ഉണ്ടാക്കാനുള്ള ആ ഒരു ചെറിയ ഭാഗമല്ലേ, പിന്നെ നഖം കൊണ്ടല്ല എന്നെ ഉണ്ടാക്കിയേ, അപ്പം എൻ്റെ നഖത്തിനെ വിളിക്കാം എക്സ്പ്ലാന്റ്. കണ്ടോ, അങ്ങനെ ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവില്ലേ, അങ്ങനെ എല്ലാ പാർട്ടിനും ഇപ്പം അങ്ങനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവില്ല. ആ ഒരു കഴിവിനെ നമുക്ക് വിളിക്കാം ടോട്ടിപൊട്ടൻസി, ദ കപ്പാസിറ്റി ടു റീജനറേറ്റ്, ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്. ഇതേപോലെ ആയിരക്കണക്കിന് ചെടികൾ ഉണ്ടാക്കാം, അവരെല്ലാവരും കാണാൻ ഒരേപോലെ ആയിരിക്കും. മക്കളെ, ആയിരക്കണക്കിന് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സിനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ വിളിക്കും മൈക്രോ പ്രൊപ്പഗേഷൻ. ഉണ്ടാക്കിയവരെല്ലാം കാണാൻ ഒരമ്മ പറ്റ മക്കളെല്ലാം എന്ന് പറയുന്ന പോലെയാണ്. കാണാൻ ഇൻ്റെ അതേ കോലം, ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ദേ ആർ സെയിം എന്നുള്ളതാണ് സോമക്ലോൺസ് എന്ന വാക്കുകൊണ്ട് അർത്ഥം. ഈ 4 ടേംസ് ടിഷ്യൂ കൾച്ചർ വെച്ച് പഠിച്ചോ, 2 മാർക്കിന് ഡയറക്റ്റ് വരും. എടാ, ഇതിൻ്റെ 2 ആപ്ലിക്കേഷൻ നോക്കാം. ഒന്ന്, വൈറസ് ഫ്രീ ആയിട്ടുള്ളൊരു പുതിയ പ്ലാന്റിന് ഉണ്ടാക്കാം. എവിടുന്ന്? മെരിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടോ. വൈറസ് ഫ്രീ ആയിട്ടുള്ള, അതായത് വൈറസ് അഫക്റ്റ് ചെയ്ത്, ഇന്നിപ്പോൾ വൈറസ് അഫക്റ്റ് ചെയ്തു, ഞാൻ ചാവാൻ പോവാണ്, ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡാണെന്ന് വിചാരിച്ചു, എന്നെ വീണ്ടും എൻ്റെ അതേപോലെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ മെരിസ്റ്റ് എടുക്കുക. മെരിസ്റ്റം, അവിടെ വൈറസ് ഉണ്ടാവില്ല. ഓക്കെ, അത് വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റും. 2 സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഒന്നുമില്ല, നോക്കിക്കേ, പൊട്ടാറ്റോൻ്റെ ഒരു സെല്ലെടുത്ത്, ടൊമാറ്റോൻ്റെ ഒരു സെല്ലെടുത്ത്, സെൽവാളൊക്കെ പൊട്ടിച്ച് ജോയിൻ ചെയ്ത് പേരിട്ടു പൊമാറ്റോ. പക്ഷെ ഇതൊരു ഫെയിലിയർ ആട്ടോ, ഇത് സംഭവം സക്സസ് ആയിട്ടൊന്നുമില്ല. പൊമാറ്റോ എന്നിട്ട് അതിനെ വളർത്തി. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ആണ് GMO. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GMO? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. എടാ, ആ വാക്ക് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. എൻ്റെ ജീന് മാറ്റി വെക്കുക, എന്നിട്ട് ഒരു പുതിയ ജീൻ വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കും ജനറ്റിക്കലി മോഡിഫൈഡ് ഫാഡ്സർ. ഓക്കെ ആണോ? ദാറ്റ്സ് ഓൾ. പ്ലാന്റ്സിനെയും ഫംഗസിനെയും ദെയർ ജീൻ ആൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ, അറിഞ്ഞും കൊണ്ട് മാറ്റാം. അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ കുറച്ച് യൂസസ് ഉണ്ട്. ടോളറേറ്റ് അബയോട്ടിക് സ്ട്രെസ്, അതായത് പ്ലാന്റുകൾക്ക് നല്ല തണുപ്പും ടെമ്പറേച്ചറൊക്കെ സഹിക്കാനുള്ള ഒരു ഇതുണ്ടാക്കും. റെഡ്യൂസ് യൂസ് ഓഫ് കെമിക്കൽസിൻ്റെ യൂസ് കുറയ്ക്കാൻ പറ്റും. റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്, വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളൊക്കെ കുറയ്ക്കാം. പിന്നെ ഇൻക്രീസ് ന്യൂട്രിയൻറ്റ് വാല്യൂ, ഫുഡിലെ ന്യൂട്രിയൻസ് ഒക്കെ കൂട്ടാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് പൊന്നിയേരി, ഗോൾഡൻ റൈസ് പൊന്നിയേരി, അതിൽ വിറ്റമിൻ എന്റെ കണ്ടൻറ്റ് കൂടുതലാണ്, അത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. എടാ, ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും തുറുപ്പിച്ചിട്ട് ബി ടി കോട്ടൺ. മക്കളെ, ഇതാദ്യം മനസ്സിലാക്കേണ്ടത്, BT എന്നാൽ ഒരു ബാക്ടീരിയയാണ്. അതിൻ്റെ പേരാണ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. അതിന് ഇൻസെക്റ്റിനെ കൊല്ലാൻ കഴിവുള്ള ഒരു ജീനുണ്ട്. ആ ജീൻ എടുത്തിട്ട് നമ്മൾ കോട്ടണിൽ വെച്ചു. ഓക്കെ, അപ്പോൾ ആ കോട്ടൺ ചെടിയെ ഇപ്പോൾ എന്ത് വിളിക്കും? BT കോട്ടൺ, അതായത് BT ബാക്ടീരിയയുടെ ജീനുള്ള കോട്ടൺ. ദാറ്റ്സ് ഓൾ. ഇനി എല്ലാവർക്കും പറയാം, BT പ്രൊഡ്യൂസ് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും, ഇൻസെക്റ്റിസൈഡൽ പ്രോട്ടീൻ. ഇൻസെക്റ്റിനെ സൈഡൽ, കൊല്ലുക, ഇൻസെക്റ്റിലെ കൊല്ലുന്ന പ്രോട്ടീൻ, ഇൻസെക്റ്റിസൈഡൽ പ്രോട്ടീൻ. ആ പ്രോട്ടീനാണ് പ്രോടോക്സിൻ. പ്രോ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് എന്നാണ് അർത്ഥം, ഇല്ല ആക്റ്റീവ് ഒന്നുമല്ല. അതിനെ ആക്റ്റീവ് ആക്കണമെങ്കിൽ, ആക്റ്റീവ് ടോക്സിൻ ആക്കണമെങ്കിൽ ആൽക്കലൈൻ pH വേണം. വെരി ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ഈ ആൽക്കലൈൻ pH ഇൻസെക്റ്റിൻ്റെ വയറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ സാധനം ആക്ടിവേറ്റ് ചെയ്യണം, കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇൻസെക്റ്റിൻ്റെ വയറിൽ തന്നെ പോകണം. കാരണം അവിടെ എന്തുള്ളൂ? ആൽക്കലൈൻ pH. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് ഈ ടോക്സിൻ ഇൻസെക്റ്റിന് എന്ത് ചെയ്യും നോക്കിയേ? സ്വെല്ലിങ് ഓഫ് ഗട്ട്, അല്ലെങ്കിൽ ലൈസിസ് പൊട്ടിക്കുക, വീർക്കുക, സ്വെല്ലിങ്, വീർക്കുക. ഇൻസെക്റ്റിൻ്റെ വയറൊക്കെ വീർത്ത് പൊട്ടും. എടാ മക്കൾ, ആ ജീനില്ലേ, ആ ജീൻ്റെ പേരാണ് ക്രൈജീൻ. അത് പല ടൈപ്പും ഉണ്ട്. Cry1 AC, Cry2 AB. അതെന്തിനെ കൊല്ലുക? കോട്ടൺ ബോൾവേം എന്ന് പറയുന്ന ഇൻസെക്റ്റിനെ കൊല്ലും. അതേപോലെ തന്നെ Cry1 AB കിൽ കോൺ ബോറേഴ്സിനെ കൊല്ലും. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ, 2 മാർക്കിന് വരെ ഏതൊക്കെ ക്രൈജീൻ്റെ ടൈപ്പുകൾ ഒന്ന് പഠിച്ചു വെക്കാം, ആരൊക്കെ കൊല്ലുക എന്നുള്ളതൊന്ന് നോക്കി വെക്കാം. എടാ, നെക്സ്റ്റ് ആണ് പെസ്റ്റ് റെസിസ്റ്റൻ്റ് പ്ലാന്റ്. നോക്കണേ, ഈ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോ. ഞാനൊരു ടൊബാക്കോ പ്ലാന്റ്,
എന്ത് പ്ലാന്റാടാ? ടൊബാക്കോ. എൻ്റെ റൂട്ടിൽ നെമറ്റോഡ് എന്ന് പറയുന്ന ഒരു കീടം, ഒരു പുഴു, ഒരു വൃത്തികെട്ട സാധനം, നെമറ്റോഡ്, അത് വന്ന് എൻ്റെ റൂട്ട് അങ്ങനെ നശിപ്പിക്കുകയാണ്. അതിനെ കൊല്ലണ്ടേ? അതിനുള്ള ടെക്നിക്കാണ്. നോക്ക്, നെമറ്റോഡ് പാരസൈറ്റ്, അതിൻ്റെ പേരാണ് മെലോയിഡിഗൈൻ കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചോ. മെലോയിഡിഗൈൻ, നെമറ്റോഡ് പാരസൈറ്റ് ദാറ്റ് അറ്റാക്ക് റൂട്ട് ഓഫ് ടൊബാക്കോ പ്ലാന്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നെമറ്റോഡിന് സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് നെമറ്റോഡിനെ കൊല്ലാൻ പറ്റിയ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെക്ടർ വേണേ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെക്ടർ വേണം. ആ വെക്ടറിന്റെ പേരാണ് അഗ്രോബാക്ടീരിയം വെക്ടർ. പറഞ്ഞടാ, നെമറ്റോഡിനെ കൊല്ലാനുള്ള ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെക്ടറിന്റെ പേരാണ് അഗ്രോബാക്ടീരിയം വെക്ടർ. എങ്ങോട്ടേക്കാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ടൊബാക്കോ പ്ലാന്റിൽ. ആ ജീനില്ലേ, നെമറ്റോഡിനെ കൊല്ലണ ജീൻ, ആ ജീന് സെൻസ് ആർഎൻഎ ഉണ്ടാക്കും, ആന്റിസെൻസ് ആർഎൻഎ ഉണ്ടാക്കും. ഇത് രണ്ടും ആർഎൻഎ അല്ലേ? അത് കൂടിച്ചേരും. ആർഎൻഎ കൂടിച്ചേരും. എന്നിട്ട് DSRNA ഉണ്ടാവും. എന്താ DSRNA? ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാക്കും. നോക്കടാ എങ്ങനെയൊക്കെ. നമ്മൾ കൊടുത്ത ജീനില്ലേ, ഏതാ ജീന്? നെമറ്റോഡ് സ്പെസിഫിക് ജീൻ. ആ ജീന് സെൻസ് RNA ഉണ്ടാക്കും, ആന്റിസെൻസ് RNA ഉണ്ടാക്കും. അത് കൂടി ചേർന്നിട്ട് DSRNA. ഈ DSRNA എന്ത് ചെയ്യുന്നറിയോ? പ്രിവെന്റ് ട്രാൻസ്ലേഷൻ. മക്കളെ, ജെനറ്റിക്സ് പഠിച്ചവർക്കറിയാം വാട്ട് ഈസ് ട്രാൻസ്ലേഷൻ. RNA പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. അതിനെ പ്രിവെന്റ് ചെയ്യും. വെരി ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ്. ആരെ കൊണ്ടേ അത് പറ്റുള്ളൂ? DSRNA പ്രിവെന്റ് ട്രാൻസ്ലേഷൻ. ഇതിനെ വിളിക്കുന്ന, ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് RNAi, ദാറ്റ് ഈസ് RNA ഇൻ്റർഫറൻസ്. RNA തടയുക, RNA ഇൻ്റർഫറൻസ്. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, വരാൻ നല്ല ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വെരി സിമ്പിൾ ടോപ്പിക്, ഇൻസുലിൻ. മക്കളെ, ഇൻസുലിൻ ആദ്യം എടുത്തിരുന്നത് പശുവിനും പന്നീന്നൊക്കെ ആയിരുന്നു. അതിപ്പോൾ എടുക്കില്ല, കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് അത് അലർജി ഉണ്ടാക്കും. ഇപ്പോൾ ഇൻസുലിൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. ദിസ് ഈസ് പ്രോ ഇൻസുലിൻ്റെ ചിത്രമാണ്. നോക്കിയേ, നമ്മൾ പ്രോ ഇൻസുലിൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ നീല കണ്ടോ? A പെപ്റ്റൈഡ്. പച്ച കണ്ടോ? B പെപ്റ്റൈഡ്. ഇതിൻ്റെ രണ്ടിനും ജോയിൻ ചെയ്തിട്ടൊരു ഒരു കളർ കണ്ടോ? C. അപ്പോൾ പറയടാ, പ്രോ ഇൻസുലിനിൽ ഏതൊക്കെ ഉണ്ടാവും? A ചെയിന്, B ചെയിന്, C ചെയിൻ. പ്രോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു തന്നു, ഇനാക്റ്റീവ്, ആവശ്യമില്ല. ഇതിൽ ആരാണ് വേസ്റ്റ് അറിയോ? സീനെ ഒഴിവാക്കിയാൽ അത് മെച്ചുറായി. സീനെ ഒഴിവാക്കിയതാ ഫ്രീ C. കണ്ടോ? ഇത് മെച്ചുറാക്കുന്ന പ്രോസസ്സാണിത്. മെച്ചുറിൽ ആരൊക്കെ ഉള്ളൂ? Aയും Bയും. അതിൻ്റെ ഇടയിൽ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട് കേട്ടോ. ഡൈസൾഫൈഡിൻ്റെ ബോണ്ട് ഉണ്ട്. അത് നോക്കണമെന്നില്ല, സാർ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഡൈസൾഫൈഡ് ബോണ്ടൊക്കെ ഉണ്ട് എൻ്റെയും ബീൻ്റെ ഇടയിൽ, അവിടെ ഉണ്ട്. അപ്പോൾ ആരെ ഒഴിവാക്കി? സീനെ ഒഴിവാക്കി. അങ്ങനെ റിമൂവ് ചെയ്താൽ ദാറ്റ് ഈസ് മെച്ചുർ ഇൻസുലിൻ. ഇത് ആദ്യമായിട്ട് ചെയ്ത്. അപ്പോൾ പറയടാ, പ്രോ ഇൻസുലിനിൽ ആരൊക്കെ ഉണ്ടാവും? A ചെയിൻ, B ചെയിൻ, C ചെയിൻ മതി. മെച്ചുറിൽ ആരൊക്കെ ഉണ്ടാവും? A ചെയിനും B ചെയിനും മാത്രം. ആരെ പുറത്താക്കി? C. പഠിച്ചോ. ഇത് ആദ്യമായിട്ട് ചെയ്ത കമ്പനി എലി ലില്ലി, അമേരിക്കൻ കമ്പനിയാണ്. ഇവർ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ, സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് എൻ്റെയും ബീൻ്റെയും ചെയിൻ ഉണ്ടാക്കി. A ചെയിനും B ചെയിനും ഉണ്ടാക്കി. C ഉണ്ടാക്കിയില്ല. എന്താ? C വേണ്ട. എന്നിട്ട് ഇത് എവിടെ വെച്ചു കൊടുത്തു? ഈക്കോളൈൻ്റെ പ്ലാസ്മിഡിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് ഈക്കോളൈ പ്രൊഡ്യൂസ് ചെയ്തു. ശ്രദ്ധിച്ചോ, A ചെയിനും B ചെയിനും എലി ലില്ലി കമ്പനി ആര് മേത്ത് വെച്ചു കൊടുത്തു? ഈക്കോളൈൻ്റെ പ്ലാസ്മിഡിൽ വെച്ചു കൊടുത്തു. അത്ര മാത്രം പഠിച്ചാൽ മതി. എടാ, C വെച്ചില്ല, കാരണം C മെച്ചുറിൽ കാണില്ല. മക്കളെ, ജീൻ തെറാപ്പിയെ കുറിച്ചൊന്ന് പഠിക്കടാ. അസുഖങ്ങൾ മാറാൻ നമുക്ക് ജെനറ്റിക്സ് ഉപയോഗിക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഉപയോഗിച്ചാണ് ADA ഡെഫിഷ്യൻസി ഉള്ളൊരു കുട്ടിക്ക്. AD പറഞ്ഞാൽ അഡിനോസിൻ ഡീഅമിനേസ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് കേട്ടോ. അഡിനോസിൻ ഡീഅമിനേസ്. ഇതൊരു 4 വയസ്സായ ഒരു പെൺകുട്ടിയിലാണ് ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആദ്യമായിട്ട് ചെയ്തത്. സാധാരണഗതിയിൽ ADA ഡെഫിഷ്യൻസി ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ADA ഇഞ്ചെക്ട് ചെയ്യുക. ADA പറഞ്ഞൊരു എൻസൈമാണ്. ആ എൻസൈം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബോൺ മാരോ, മജ്ജ, എല്ലിൻ്റെ മജ്ജ മാറ്റി വെക്കുക. അതാണ് സാധാരണ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ക്യൂർ അല്ല. അപ്പോൾ ഒരു പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചു. അതാണ് ഫസ്റ്റ് ജെനറ്റിക് മെത്തേഡ്. ഇതാ ഈ മൂന്നാമത്തെ ADA-CDNA. ഇതൊരു ജീനാണേ, നോക്കണേ, ഇതൊരു ജീനാണേ. ADA-CDNA ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലിംഫോസൈറ്റ് ഓഫ് ബ്ലഡ്. അതായത് കുട്ടിയുടെ ബ്ലഡിൻ്റെ എവിടേക്ക് വെച്ച് കൊടുത്തു? ലിംഫോസൈറ്റിലേക്ക്. ഏത് ജീൻ? ADA ഉണ്ടാക്കണ നല്ല CDNA എന്ന് പറയുന്ന ഒരു ജീൻ കുട്ടിയുടെ ബ്ലഡിലേക്ക്, ലിംഫോസൈറ്റിലേക്ക് വെച്ച് കൊടുത്തു. ഓക്കെ, ഇവിടെ യൂസ് ചെയ്ത വെക്ടർ റിട്രോവൈറസ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ, റിട്രോവൈറസ് വെക്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ജീൻ വെച്ചത്. ഇതാണ് ഫസ്റ്റ് ജെനറ്റിക് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഇതുകൊണ്ട് ഫുള്ള് മാറിയില്ല. കാരണം എന്താ അറിയോ? കുട്ടി എംബ്രിയോ ആയിരിക്കുമ്പോൾ, ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതായത് ഓക്കെ, നമ്മൾ കുട്ടിയുടെ ബോൺമാരോ എടുത്തിട്ട് അപ്പോൾ കുട്ടി എംബ്രിയോയിലിരിക്കുമ്പോൾ ജീന് കറക്റ്റ് ചെയ്താൽ മാത്രമാണ് ഒരു പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്. വേണമെങ്കിൽ ചോദിക്കാം, പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കുട്ടി എംബ്രിയോയിലിരിക്കുമ്പോൾ ബോൺമാരോയിലെ ജീന് കറക്റ്റ് ചെയ്യുക, അത് മനസ്സിലാച്ചാൽ മതി. മക്കളെ, ഈ 4 ട്രീറ്റ്മെൻറ്റ് ഒന്നും മനസ്സിരുത്തി പഠിച്ചടാ. കാണാതെ സാർ എഴുതിയ വാക്ക് അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ജീൻ തെറാപ്പി. എടാ, മോളിക്കുലർ ഡയഗ്നോസിസ്, അസുഖം കണ്ടെത്താൻ
ബയോടെക്നോളജി ഉപയോഗിക്കും. അതിലൊരു ടെക്നിക്കാണ് എലിസ, ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, സുവോളജിയിലും പഠിക്കുന്നതാണ്. PCR, ഓട്ടോ റേഡിയോഗ്രഫി. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം നിർബന്ധമാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. എടാ നെക്സ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽ. ഒന്ന് കേട്ടോ, ആനിമൽസിൻ്റെ ജീന് മാറ്റി വെച്ചാൽ അതിനെ വിളിക്കുന്ന വാക്കാണ് ട്രാൻസ്ജെനിക് ആനിമൽ. അതിനെ കൊണ്ടുള്ളൊരു 4 ഉപയോഗം പഠിക്കുക. നോർമൽ ഫിസിയോളജി ഒക്കെ പഠിക്കുക, അസുഖങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. എലിയൊക്കെ കണ്ടില്ലേ, അതേപോലെ 95% മൈസാണ് കേട്ടോ. 95% ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മൈസിനാണ്, എലിനാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ. നെക്സ്റ്റ് വാക്സിനെ കുറിച്ച് പഠിക്കാം, കെമിക്കൽസിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് പഠിക്കാം. അതേപോലെ തന്നെ കുറേ ബയോളജിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഉണ്ടാക്കിയൊരു ബയോളജിക്കൽ പ്രൊഡക്റ്റാണ് ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ. ഇതൊരു ബയോളജിക്കൽ പ്രൊഡക്റ്റാണ്. ഇതൊരു അസുഖത്തിനെ മാറ്റാൻ സഹായിക്കും. എംഫിസിമ, സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാവുന്ന അസുഖം എംഫിസിമ. അത് 1 മാർക്കിന് വരുന്നൊരു ഏരിയയാണ് കേട്ടോ. 1 മാർക്ക് പ്രഡിക്ഷൻ, 100% പ്രഡിക്ഷനാണ് 1 മാർക്ക്. ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ, എംഫിസിമ വരാം. അതേപോലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെനിക് കൗവാണ് റോസി ചേച്ചി. ചേച്ചിയുടെ പാല് മനുഷ്യൻ്റെ പ്രോട്ടീൻ ഉണ്ടാവും, ആൽഫ ലാക്ടാൽബുമിൻ. ഇറ്റ്സ് ഗുഡ്, പഠിച്ചു വെച്ചോ. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ റോസി. എടാ മക്കളെ, ഇതിൽ അവസാനം നമുക്ക് നോക്കാം. GEACയുടെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ച്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. വാക്കും തന്നെ അർത്ഥം കിട്ടി. നമ്മൾ വല്ല ജീനും മാറ്റി വെച്ചൊരു പുതിയ ജീവൻ ഉണ്ടാക്കിയാൽ അതിനെ അപ്രൂവ് ചെയ്യാനുള്ളൊരു കമ്മിറ്റി, അതിനെ നാട്ടിലേക്ക് ഇറക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ളൊരു കമ്മിറ്റി. ആൻഡ് ലാസ്റ്റ് ബയോപൈറസി പഠിച്ചു വെച്ചോ. ആരാൻ്റെ ബയോളജിക്കൽ റിസോഴ്സസ്, ഉദാഹരണത്തിന് ആരാൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം പോലും അവരോട് ചോദിക്കാതെയും പറയാതെയും അവരുടെ ഒരു കൺസേണും ഇല്ലാതെ നമ്മൾ കട്ടെടുത്ത് ഉപയോഗിച്ചാൽ അവിടെ പറയേണ്ട വാക്കാണ് ബയോപൈറസി. യൂസ് ഓഫ് ബയോളജിക്കൽ റിസോഴ്സ് വിത്തൗട്ട് പെർമിഷൻ ഓർ കൺസെൻറ്റ്. എന്നിട്ട് ഒരു കോമ്പൻസേഷനും കൊടുക്കില്ല, ഒരു താങ്ങിയും കൊടുക്കില്ല. ഇങ്ങനെ ചെയ്യുന്ന പരിപാടി പച്ചച്ചറ്റതരം. ദാറ്റ് ഈസ് ബയോപൈറസി. മതിയടാ, അപ്ലിക്കേഷനിൽ ഇത് പഠിച്ചാൽ മതി, സെറ്റ്.